കുക്കറിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു വെജ് കുറുമയുടെ റെസിപ്പി കേട്ടോ. അതിനായിട്ട് കുക്കറിലേക്ക് മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി വെന്ത് വന്ന നമ്മുടെ പച്ചക്കറിയിലേക്ക് ഗ്രീൻ പീസും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഒരു തേങ്ങ അരപ്പും കൂടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ചെറിയതിനകത്തേക്ക് 10 കാഷ്നട്ടും അതേപോലെ തന്നെ ഒരേ 1 ടീസ്പൂൺ പെരുംജീരകവും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ അതേപോലെ തന്നെ ഏലയ്ക്ക, ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, മീഡിയം സൈസുള്ള ഒരു സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ ഒരേ 1 ടീസ്പൂൺ മാത്രം നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും തേങ്ങാരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി തിളച്ച് വരുമ്പോൾ ഗരം മസാലയും മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കുറുകിയ വെജ് കുറുമ റെഡി ആയിട്ടുണ്ട്.